ഞാൻ അങ്ങക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് കേരള യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത ഈ രാജ്യത്തെ 9ാം റാങ്കാണ് സർവകലാശാലകളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്കിന്റെ കോപ്പി അങ്ങ് അയച്ചിട്ടുണ്ട്. താങ്കൾ ഏതോ ഒരു പരാമർശം 300 എന്ന് പറഞ്ഞു. ഈ 13 സർവകലാശാലകൾ ഈ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള തലത്തിലുള്ളതാണ്. നമ്മൾ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഈ നാഷണൽ തലത്തിലല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്കിന് കീഴിൽ വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. അത് ആഗോള തലത്തിൽ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അല്ല അത് നോക്കി, രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ 9ാം സ്ഥാനം ഈ കൊച്ചു കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയത് വലിയ കുറവായിട്ടാണോ? നിങ്ങൾ ആഗോള റാങ്കിംഗ് ആണ്. അങ്ങ് ഇപ്പോൾ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മുടെ രാജ്യത്തിൽ 9ാം സ്ഥാനം, പോലും 9ാം സ്ഥാനം. ഞാൻ എന്താ പറഞ്ഞ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന പോലും ഉണ്ടല്ലോ, അതാണ് അവിടെയാണ് പ്രശ്നം. 2620 കുട്ടികൾ ഈ ലോക രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നു എന്ന് പറയുന്നത് എന്താണ്? കേരളത്തോട് ഒറ്റ ദിവസം ഈ സംസ്ഥാനത്ത് ഒരു ഏജൻസി മാത്രം 8000 കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയി താങ്കൾക്ക് അറിയാമോ? ചിത്രീകരിക്കാനൊന്നും നോക്കണ്ട. ഇന്ത്യയിൽ 9ാം റാങ്കിലുള്ള യൂണിവേഴ്സിറ്റി ആഗോളതലത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന യൂണിവേഴ്സിറ്റിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ക്യൂസ് റാങ്കിംഗ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. വിദേശത്തേക്ക് പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്താൽ സംസ്ഥാനത്ത് ഞങ്ങൾ ആരും കേരള യൂണിവേഴ്സിറ്റിയെ മോശപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഈ ചർച്ചയിലുള്ള ഒരു പാനലിസ്റ്റും പറഞ്ഞിട്ടില്ല. ഞാൻ കേരള യൂണിവേഴ്സിറ്റി മോശമാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 9ാം റാങ്കിംഗ് എന്ന് പറഞ്ഞത് അങ്ങാണ്, അത് ദേശീയ തലത്തിലാണ്. അങ്ങ് പറഞ്ഞ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണെന്നാണ്. അപ്പോഴാണ് ക്യൂസ് റാങ്കിംഗ് ഇതാണ് റാങ്ക് എന്ന് പറയുന്നത്. അങ്ങ് ദേശീയ തലമെന്നല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. അല്ല, അരുൺകുമാർ പറയട്ടെ. ഞാൻ പറഞ്ഞത് 81 ലോക രാജ്യങ്ങളിലെ കുട്ടികൾ വന്നു പഠിക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള കണക്കാണ് പറഞ്ഞത്. ഒറ്റ കാര്യം, എണ്ണം എടുത്താൽ ആദ്യത്തെ 10 സംസ്ഥാനത്തിൽ ഒറ്റമിട്ട് എന്താണ് ഈ ലോകത്തേക്ക് വിദേശത്തേക്ക് കുട്ടികൾ പോകുന്ന എണ്ണം, സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്താൽ ആദ്യത്തെ 10 റാങ്കിങ്ങിൽ കേരളമുണ്ടോ? കേരളമുണ്ടോ? അതുപോലെ ഇങ്ങോട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ച്, അതുപോലെ ഇങ്ങോട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് 10 സംസ്ഥാനങ്ങൾ എടുത്താൽ കേരളമുണ്ടോ? ഇല്ല. 10 വിദേശത്ത് നിന്ന് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ഇവിടെ ആരും ഒരു നുണയും പറഞ്ഞില്ല. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നുണ്ട്, കേരളത്തിലേക്കും വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ലോകം മുഴുവനുള്ള കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് നാഷണൽ ഫ്രെയിംവർക്കിന് കീഴിലുള്ളതല്ല, ആഗോളതലത്തിലുള്ള റാങ്കിങ്ങിലെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ കേരള വിരുദ്ധതയൊന്നും ഇവിടെ പ്രചരിപ്പിക്കാൻ ആരും നോക്കിയിട്ടില്ല. അത് ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ കേരള വിരുദ്ധരായി ചിത്രീകരിക്കുക എന്നുള്ളത്.